എൻ്റെ നാട് അരിക്കുളം എന്ന് പറയും. അപ്പം ഇവിടെ ഞാൻ ചെറുപ്പത്തിലേ കാണുന്ന നമ്മളങ്ങനെ ഉണ്ടാവില്ല, നമ്മുടെ നാട്ടിലൊക്കെ ഒരു പത്രം വിതരണം ചെയ്യുന്നത് ഞങ്ങൾക്ക് ചെറുതായരെ കാണുന്നതാണ്. അങ്ങനെയുള്ള ഒരാളെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ നാട്ടിൽ പത്രം ഇടുന്ന വിജയേട്ടൻ. വിജയേട്ടൻ നമസ്കാരം ഉണ്ടേ. നമസ്കാരം. വിജയേട്ടൻ എത്ര വർഷമായി പത്രം ഇടാൻ തുടങ്ങിയിട്ട്? 50 വർഷത്തിന്റെ അടുക്കായി. എത്ര? 50 വർഷം. 50 വർഷമായി അല്ലേ? ആ. വിജയേട്ടൻ അന്ന് പത്രം ഇട്ട് ഒരു വീട് ഓർമ്മയുണ്ടോ? ഫസ്റ്റിലിട്ടെ പൊയില് ഗംഗാരമ്മ ആശ വീട്ടില്. ആ. ഇപ്പൊ ഈ സൈക്കിളിന്റെ മുകളിൽ തന്നെയാണ്? ആ, സൈക്കിള് രാവിലെ സൈക്കിൾ എടുക്കും. ഇപ്പൊ പിന്നെ വണ്ടിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കും. രാവിലെ എത്ര മണിക്ക് തുടങ്ങും? രാവിലെ 3:45 വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പൊ 3:45 രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കൊയിലാണ്ടിന്ന് പത്രം എടുത്ത് വരിക. ഇപ്പൊ എത്ര പത്രം ഉണ്ട്? ഏകദേശം ഒരു 1000 ചോടെ പത്രം ഉണ്ട്. ഉണ്ടല്ലേ? അത് എവിടെ നിന്നിട്ടാ തുടങ്ങുന്നത്? കൊയിലാണ്ടിന്ന് വരുമ്പോ ഞാൻ ഇവിടെ നമ്പർത്തേര മുതൽ തുടങ്ങും. നമ്പർത്തേര, അരിക്കുളം, നെടുമ്പൊയില് ഭാഗത്തേക്കൊക്കെയാണ്, നടുവത്തൂർ ഭാഗത്തേക്കൊക്കെയാണ്. ഏതൊക്കെ പത്രമാണ് ഇടുന്നത്? മാതൃഭൂമി, മനോരമ, ദേശാഭിമാനി, മാധ്യമം, ചന്ദ്രിക, സുപ്രഭാതം, സിറാജ്, ഇങ്ങനെയുള്ള പത്രങ്ങളൊക്കെ ഉണ്ട്. അന്നേ സൈക്കിളിന്റെ മുകളിൽ തന്നെയാണ് കൊയിലാണ്ടി? അന്ന് നടന്നിട്ട് പോകാനായിരുന്നു. ഇപ്പോ പിന്നെ സൈക്കിളാക്കി. പിന്നെ ഇപ്പോ സൈക്കിൾ തന്നെയാണ്. കുറച്ച് സമയം സൈക്കിൾ തന്നെ. അല്ല, അന്ന് ആ കാലത്തൊക്കെ കൊയിലാണ്ടിക്ക് എങ്ങനെയാണ് പോകുന്നത് യാത്ര? കൊയിലാണ്ടിക്ക് പോകുന്നത് ബസ്സിന് പോകണം. പിന്നെ ബസ് പിന്നെ ഇവിടം വരെ ഉണ്ടാവും. പിന്നെ മുത്താമ്പി വരെ. പിന്നെ അങ്ങോട്ട് തോണിക്ക് പോയാ പിന്നെ 77 ഇവിടെ പാലം ഉണ്ടല്ലേ? അപ്പം ബസ് എന്നാലും മുത്താമ്പി വരെ പോകുന്നുള്ളൂ? ബസ് മുത്താമ്പി വരെയല്ലോ. പിന്നെ അത് 1-2 ബസ്സേ ഉണ്ടാവും. അന്നത്തെ ബസ്സിന്റെ പേര് ഓർമ്മയുണ്ട് ഞങ്ങൾക്ക്? അക്ഷയ. വേറെ അക്ഷയ ബസ്സാണ്. അത് മുത്താമ്പി വരെ വരിക. അതിനൊന്ന് പിന്നെ ഇങ്ങോട്ട് ഉള്ളത് പിന്നെ അക്ഷയ ഒക്കെയാണ്. പിന്നെ ശരിക്കും നമ്മളെവിടെയൊക്കെ ജീപ്പായിരിക്കും. ജീപ്പ് സർവീസാ. ജീപ്പിന് എടുത്തിട്ട് വരലാണ് കുറെ ഒക്കെ ആയിട്ട്. മുഹമ്മദൊക്കെയാണ് വിതരണക്കാരൻ. മുഹമ്മദ് കുറേ അതില് പത്രം ഇടാൻ തുടങ്ങിയിട്ട്? മുഹമ്മദ് എത്ര വീട്ടിലിടും വിജയേട്ടാ? 50 വീട്ടില്. എത്ര മണിയാകുമ്പോ കഴിയും മുഹമ്മദ് പേപ്പർ കഴിയില്ലേ? പണ്ടൊക്കെ 10-11 മണിയൊക്കെ ആവില്ലേ വിജയേട്ടാ? ഉച്ചയൊക്കെ ആവില്ലേ? 1 മണിയൊക്കെ ആകുന്നാല്. 1 മണിയൊക്കെ ആകുന്ന. അന്ന് പത്രം കൊണ്ടുപോകുമ്പോ 25 പൈസയാണ് ഒരു പത്രത്തിന്റെ വില. 25 പൈസ. ഞായറാഴ്ച 2 പൈസ കൂടി 25, 2 പൈസ കൂടി 27 പൈസയായി. സപ്ലിമെന്റ് അന്നേ ഉണ്ട്. സപ്ലിമെന്റ് അന്ന് 2 പൈസ കൂടുതലാ. അന്ന് 25 ഞായറാഴ്ച ആകുമ്പോൾ 27 പൈസ വരും. പിന്നെ അത് അങ്ങനെ 30 പൈസയായി, 35 പൈസയായി, അങ്ങനെ 5 പൈസ അങ്ങനെ കൂട്ടി. അന്നൊരു നമുക്ക് 5 പൈസക്ക് ആകെ ഉള്ളൊരു 5 പൈസ 7 പൈസ അങ്ങനെയൊക്കെയാ കിട്ടല്. ഞാന് നമ്മളെ KP കുഞ്ഞിരാൻ നായരെ മൂപ്പരാണ് വിതരണം ചെയ്യുന്ന. 1977 നമ്മളെ രാജ്യം കുറെ കേസൊക്കെ അല്ലേ? അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെ തന്നെ ഈ അതിന്റെ ഒരു ഇതാണ്. അന്ന് ജനങ്ങൾക്ക് അറിയാനുള്ള ഒരേ ഒരു മാർഗം പത്രത്തിന്റെ ഇവിടെയുള്ള. അപ്പൊ അത് പത്രക്കൂടിയാണ് അറിയുക. ഇപ്പൊ ഇന്നലെ കഴിഞ്ഞതൊക്കെ, ഇന്നലെ ഒരു 10 മണിക്കോ 11 മണിക്കോ കഴിഞ്ഞത് ഇന്ന് നമ്മള് അറിയുന്ന ഒരു പിന്നെ എല്ലാവരുടെയും പേപ്പർ എത്തിക്കുമ്പോൾ 1 മണി, പിറ്റേന്ന് 1 മണി. ഇന്ന് പത്രത്തിന് 9 റുപ്യാണ്. ഞായറാഴ്ച 9.50. നമുക്ക് ആകെയുള്ള ഒരു ഇതെന്താ വെച്ചാൽ ഇത്രയും പൈസന്റെ പത്രം വാങ്ങിയിട്ട് ഒരു കലണ്ടർ നമ്മളെ അവരോട് പറയലുണ്ട്, ഇങ്ങനെ പത്രം വാങ്ങുന്ന ആൾക്കാര് ഒരു കലണ്ടർ നമ്മള് ഫ്രീ കൊടുക്കണം. പക്ഷെ നമുക്ക് 1 മാസം പത്രം അവരയച്ചു തരണത് 2 മാസത്തെ പൈസ നമ്മളവിടെ ആക്കി അടയ്ക്കണം. എന്നാലേ നമുക്ക് 1 മാസം വരെ അയച്ചു തരൂ. പിന്നെ ഓരോരോ മാസവും ഈ നിശ്ചിത ഡേറ്റ് ഉണ്ട്. 10-ാം തീയതി ആണ് അതിന്റെ. അപ്പോൾ അതിന് അപ്പോഴേക്കും ആദ്യം പൈസ എത്തണം, അല്ലെങ്കിൽ പത്രം. എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. ഒരുപാട് ചെറുപ്പത്തിലേ കാണുന്നില്ല.
ഓക്കെ മുഹമ്മദേ, ഇതിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മളെ കുഞ്ഞു മുഹമ്മദ് ഖാന്റെ മീൻകട ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്, മീനൊക്കെ ഉണ്ടോ? കുറവല്ലേ? ഇപ്പൊ മീൻ കിട്ടാനില്ല അല്ലേ? ഇതെന്താ ഇത്? എന്ത് പൂങ്കണ്ണിയാ? ആ, നത്തല്ലേ? ആ, എന്നാ ഓക്കെ എന്നാ ശരി എന്നാ, കാണാന്നാ. രാവിലെ കടകളൊക്കെ തുറന്ന് വരുന്നുള്ളൂ കേട്ടോ. ഇത് ഏകദേശം ഒരു 6:45 സമയമേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.